ഈ വീഡിയോ കുറച്ച് സ്പെഷ്യലാണ്. കാരണം ഞങ്ങൾ ഇന്ന് പോകുന്നത് എറണാകുളത്തേക്കാണ്. അവിടുന്ന് ഒരു അവാർഡ് മേടിക്കാൻ. എനിക്കല്ല, എൻ്റെ ഹസ്ബൻഡിനാണ്. അപ്പോൾ നമ്മുടെ കാലിക്കറ്റ് റെയിൽവേ സ്റ്റേഷനൊക്കെ ഇപ്പോൾ പൊളിച്ചിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അതിൻ്റെ ഉള്ളിൽ നമുക്കിപ്പോൾ ഹോട്ടൽസും കാര്യങ്ങളും ഒന്നുമില്ല. അപ്പോൾ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുറത്ത് ഉള്ള ഹോട്ടലിൽ തന്നെ പോകണം. അങ്ങനെ ഞങ്ങൾ രാവിലെ പുറത്തുനിന്ന് ഫുഡൊക്കെ കഴിച്ചു. അപ്പോൾ 8:10 ഞങ്ങളുടെ ട്രെയിൻ. അത് വരുമ്പോഴേക്കും 8:30 ആയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ട്രെയിനൊക്കെ കയറി. ഈ ചൂടത്ത് നമ്മൾ ഈ ട്രെയിനിൽ ഇരുന്നിട്ടുള്ള യാത്ര എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മളവിടെ എത്തുമ്പോഴേക്കും ആകെക്കൂടെ പുഴുങ്ങിയെടുത്തൊരവസ്ഥയിലാണ്. അങ്ങനെ ഞങ്ങൾ എറണാകുളം ജംഗ്ഷനിലെത്തി. ഇനി ഫുഡ് കഴിക്കണം, അതാണ് അടുത്ത പരിപാടി. കാരണം നന്നായിട്ട് വിശന്ന് വലഞ്ഞ് ാണ് അവിടെ എത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ബിരിയാണി ആയിരുന്നു ഞാൻ കഴിച്ചിട്ടുണ്ടായിരുന്നത്. കുഴപ്പമില്ല, നല്ല രസമുള്ള ഫുഡൊക്കെ ആയിരുന്നു. നമ്മൾ സാധാരണ പുറത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്, അതായത് കോഴിക്കോട് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എപ്പോഴും അധികം ഫുഡൊന്നും എല്ലായിടത്തും പറ്റാറില്ല. പക്ഷെ അവിടെ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ എറണാകുളം പ്രസ് ക്ലബ്ബിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എത്തിയപ്പോഴാണ് ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പ് ആവാൻ വേണ്ടി നോക്കിയപ്പോൾ ഫേസ് വാഷ് എടുക്കാൻ മറന്നുപോയത്. അങ്ങനെ അവിടെ നമ്മുടെ കോഴിക്കോട് മിഠായിത്തെരുവ് പോലൊരു മാർക്കറ്റൊക്കെ കണ്ടു. പക്ഷെ അവിടെ എവിടെ കയറിയിട്ടും ഇപ്പോൾ ഈവൻ ഫാൻസി കടകളിലൊക്കെ കയറിയാൽ തന്നെ നമുക്ക് ഫേസ് വാഷൊക്കെ കിട്ടേണ്ടതാണ്. പക്ഷെ അവിടെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കുറച്ചധികം ദൂരം ഞങ്ങൾ നടന്നിട്ടാണ് ഒരു ഫേസ് വാഷ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ പ്രസ് ക്ലബിൻ്റെ ഉള്ളിൽ കയറി ജസ്റ്റ് ഒന്ന് ഫ്രഷപ്പായി ഒന്ന് സെറ്റായി. കാരണം നമ്മൾ ഈ ട്രെയിനിൽ വരുന്നതല്ലേ, അപ്പോൾ ആകപ്പാടെ ഒരു പരുവത്തിലായിരുന്നു. അപ്പോൾ നമ്മുടെ ഫങ്ഷൻ ഇവിടെ തുടങ്ങിയിട്ടുണ്ട്. ഫങ്ഷൻ എന്താണെന്ന് വെച്ചാൽ മാതൃഭൂമിയുടെ ഫോട്ടോ ജേർണലിസ്റ്റ് ഏർപ്പെടുത്തിയിട്ടുള്ള CK ജയകൃഷ്ണൻ ഫോട്ടോഗ്രാഫി അവാർഡ് ഈ വർഷമല്ല 2024 ഏട്ടനായിരുന്നു. ന്യൂസ് ഫോട്ടോഗ്രാഫർ ശ്രീ നിതീഷ് കൃഷ്ണനാണ്. നിതീഷിനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. അവാർഡ് സമ്മാനിച്ച ശ്രീ IBO അപേക്ഷിക്കുന്നു. നിതീഷിന്റെ പടത്തെ കുറിച്ചൊരു മിനിറ്റ് പറയുന്നതായിരുന്നു. അമ്മയോട് കൂടെ എന്നുള്ള ചിത്രമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നടന്ന ഭിന്നശേഷിക്കാരുടെ സംസ്ഥാന സ്പെഷ്യൽ ഒളിമ്പിക്സിലെ 25 മീറ്റർ ഓട്ടത്തിൽ കോഴിക്കോട് ആശാകിരൺ സ്പെഷ്യൽ സ്കൂളിലെ CA ആദിഷിന്റെ പ്രകടനത്തിനൊപ്പം ഓടി കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്ന അമ്മയുടെ ചിത്രമാണ്. കുട്ടികളോ കുറെ അമ്മ കൈയടിക്കുന്ന ചിത്രമാണ്. അവാർഡ് കിട്ടിയ ഫോട്ടോ ഞാനിവിടെ സൈറ്റിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഫോട്ടോ ഒരുവിധം സോഷ്യൽ മീഡിയയിലൊക്കെ നന്നായിട്ട് വൈറലായിട്ടുണ്ടായിരുന്നൊരു ഫോട്ടോ ആയിരുന്നു. അപ്പോഴെല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിന് എന്തെങ്കിലും ഒരു അവാർഡ് കിട്ടുന്നു. അതുപോലെ തന്നെ അതിനൊരു അവാർഡും കിട്ടി. അപ്പോൾ എന്തായാലും വളരെ സന്തോഷം. അപ്പോൾ ഹൈബീഡൻ MP ആയിരുന്നു ഏട്ടന് അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നല്ലൊരു ഫങ്ഷനായിരുന്നു. വളരെ നന്നായിട്ട് തന്നെ ഫങ്ഷനൊക്കെ കഴിഞ്ഞു. അങ്ങനെ പിന്നെ അറിയാമല്ലോ, ഞങ്ങൾ കുറച്ച് അവിടുത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു. അപ്പോൾ പിന്നെ നമുക്ക് ട്രെയിൻ ഉണ്ടായിരുന്നത് രാത്രി 7 മണിക്ക്, 7 മണിയോ 6:30 അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ അതുവരെ നമുക്ക് ടൈം ഉണ്ടല്ലോ. ഒരു 4:30 ഒക്കെ ആയപ്പോഴേക്കും ഫങ്ഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ആലോചിച്ചിരുന്നപ്പോഴാണ് പ്രസ് ക്ലബിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് മറൈൻ ഡ്രൈവ് വരുന്നത്. അപ്പോൾ അവിടെ വരെ ഒന്ന് പോയേക്കാന്ന് കരുതി. ഞാൻ 10th പഠിക്കുന്ന സമയത്ത് സ്കൂൾ ടൂർ പോയതായിരുന്നു മറൈൻ ഡ്രൈവിലൊക്കെ. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അങ്ങനെ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് അവിടെ പോയിരിക്കാമെന്ന് കരുതി. നല്ല കാറ്റൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് നേരം നമ്മളവിടെ ഇരുന്നു. കുറേ ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തു. അപ്പോൾ നമ്മൾക്ക് ഇത്തവണ കിട്ടിയ അവാർഡ് നല്ല നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു, നല്ല വലുപ്പമുള്ളത്. ചെറിയൊരു മൊമെൻറ്റോ പോലെ ആയിരുന്നില്ല. അപ്പോൾ നമുക്കത് അവർ തന്നെ പാക്ക് ചെയ്ത് ഒരു ബോക്സിലൊക്കെ ആക്കി തരിക ചെയ്തത്. അപ്പോൾ നമ്മൾ ആദ്യം വിചാരിച്ചു അവിടുന്ന് അത് നമുക്ക് കൊറിയർ അങ്ങനെ ചെയ്യാമെന്ന്. പിന്നെ വിചാരിച്ചു വേണ്ട, നമുക്കത് കൊണ്ടുപോകാമെന്ന്. അപ്പോൾ നമ്മളിത് ഇവിടെ പാക്കാക്കി വെച്ചിട്ടുണ്ട്. നമുക്ക് സേഫായിട്ടത്, ഇപ്പോൾ ട്രെയിനിലാകുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, സേഫായിട്ട് തന്നെ കൊണ്ടുപോകാം.
അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു, ലൈറ്റായിട്ട് ഫുഡൊക്കെ കഴിച്ചു. പിന്നെ നേരെ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയി, കാരണം ഇനി ട്രെയിൻ ലേറ്റായിട്ട് വേണ്ടല്ലോ. അങ്ങനെ നമ്മൾ കുറച്ച് നേരം അവിടെയൊക്കെ ഇരുന്നു. അപ്പോഴേക്കും പിന്നെ ട്രെയിനൊക്കെ വന്നു. പെട്ടെന്ന് എത്തുമായിരുന്നു, ഒരു 10 മണി ഒക്കെ ആകുമ്പോഴേക്കും എത്തുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ നാട് എത്തിയപ്പോഴേക്കും സമാധാനമായി, കാരണം നല്ല മഴയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. നമ്മൾ ഫോൺ വിളിച്ചപ്പോഴേ അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നാട്ടിലിവിടെ മഴയാണ് എന്നുള്ളത്. അപ്പോൾ നമ്മൾ വിചാരിച്ചു ഈ മഴയാണെങ്കിൽ ഇപ്പോൾ ഇതൊക്കെ നനയുമല്ലോ എന്നുള്ളത്. പക്ഷെ നമ്മളവിടെ ഇറങ്ങിയതും മഴയൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വണ്ടി അവിടെ റെയിൽവേ സ്റ്റേഷനിൽ പാർക്ക് ചെയ്തിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നെ വേഗം വണ്ടിയൊക്കെ എടുത്ത് വന്നു. പിന്നെ എന്തെങ്കിലും ഫുഡ് കഴിക്കാമെന്ന് വിചാരിച്ചപ്പോൾ നോമ്പ് തുടങ്ങിയതുകൊണ്ട് ഒരുവിധം ഹോട്ടൽസൊക്കെ അടഞ്ഞു കിടക്കുകയാണ്. അങ്ങനെ നമ്മൾ പാളയം ആ ഭാഗത്തൊക്കെ പോയപ്പോൾ ഡിസ്നി ലാൻഡ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് ഉണ്ട്. അത് ഒരുവിധം കുറച്ചധികം ലേറ്റ് ആയാലും നമുക്കവിടെ പോയിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഫുഡ് കിട്ടും. അങ്ങനെ അവിടെ പോയി ഫുഡൊക്കെ കഴിച്ചു. ആകെ ടയേർഡായിട്ട് ഒരു വിധത്തിലാണ് വീട്ടിലെത്തിയത്. അത് കഴിഞ്ഞ് നമ്മൾ വേഗം നല്ലൊരു കുളിയൊക്കെ കുളിച്ച് കിടന്നുറങ്ങി. അപ്പോൾ ഈ കാണുന്നതൊക്കെ ഏട്ടന് കിട്ടിയ ഓരോ അവാർഡ്സാണ്. ഇതിനു മുമ്പും ഒരുപാട് അവാർഡൊക്കെ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. ദൈവം സഹായിച്ച് ഇനിയും ഒരുപാട് അവാർഡ്സൊക്കെ കിട്ടട്ടെ. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വന്ന 2 സ്റ്റേറ്റ് അവാർഡാണ് ഇവിടെ ഇങ്ങനെ ഷെൽഫിലിരിക്കുന്നത്. അതിനിങ്ങനെ സേഫാക്കി വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്തവണ കിട്ടിയ അവാർഡാണ് ഈ കാണുന്നത്. അത് നമ്മൾ സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ടേബിളിൻ്റെ മുകളിലാണ് ഒക്കെ സെറ്റാക്കി വെച്ചിരിക്കുന്നത് തൽക്കാലത്തേക്ക്. അപ്പോൾ ഈ കുട്ടി വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.